ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും കൂടി നമ്മുടെ ഫിനാൻഷ്യർക്ക് കൊണ്ടുപോയി കാശൊക്കെ കൊടുത്തിട്ട് സച്ചി നേരെ ഓട്ടത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്റ്റാൻഡിലേക്ക് വന്നു. അവിടെ വന്നാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയെ പറ്റിയും അതുപോലെ തന്നെ രേവതിയുടെ ആ ഒരു കാര്യങ്ങളും ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് യാദൃശികമെന്ന് പറയുന്നല്ലോ സച്ചിയുടെ കൂട്ടുകാരൻ, അന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയ നമ്മുടെ കൂട്ടുകാരൻ അന്ന് ആ വണ്ടിയിൽ കയറിയവന്മാരെയും അതുപോലെ അന്ന് കഞ്ചാവ് കൊണ്ട് വെച്ചവന്മാരെയും കണ്ടുപിടിക്കുന്നത്. അയാളാണെങ്കിൽ പറഞ്ഞു, ദേ അവന്മാരുടെ ആടാ സച്ചി നിൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചതെന്ന്. പെട്ടെന്ന് ഇവന്മാർ നോക്കിയപ്പോൾ സച്ചിയെ കണ്ടു. പിന്നെ അവിടെ എന്താ പറയുന്നത്, ഒരു നെട്ടോട്ടം തന്നെയായിരുന്നു, ജീവന് വേണ്ടിയുള്ള ഓട്ടമേ. സച്ചിയുടെ കൈ കിട്ടിയ അവന്മാരുടെ പരിപ്പ് എടുക്കും എന്നുള്ള കാര്യം അവന്മാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവന്മാർ ജീവനും കൊണ്ട് ഓടി. സച്ചിയെ കണ്ടപ്പോഴത്തേക്കും സച്ചി പിന്നാലെ ഓടി. അങ്ങനെ കൂട്ടുകാരനും ഓടി 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 കുറേ ഓടി കഴിഞ്ഞപ്പോഴേക്കും ഇവന്മാരെ കയ്യിൽ കിട്ടി. അവിടെ ഇട്ട് അവന്മാർ ഇടിച്ച് ചതച്ചിഞ്ച പരുവാക്കി. ആര് പറഞ്ഞിട്ടാടാ നീ ഇതൊക്കെ ചെയ്തത്, നീയൊക്കെ എന്തിനു വേണ്ടിയാടാ ഇത് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് കൊടുത്തില്ലേ ശരിക്കും എടുത്തിട്ട്. അവന്മാർക്ക് അനങ്ങാൻ പറ്റാത്തതുപോലെ ലാസ്റ്റ് ഇവന്മാരുടെ നാവിൽ നിന്ന് പറയുന്നില്ല ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം ഇവന്മാർ പറയാതെ വന്നപ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വന്നു. ഇടി കൊടുത്ത് ഇവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാണ്ടാക്കി ആയി. ആ സമയത്ത് നമ്മുടെ സച്ചിക്ക് എന്താ പറയുക, ഭ്രാന്ത് കയറി നിൽക്കുവാണ്. ഇവന്മാരെ അങ്ങ് ഇടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും സച്ചിക്ക് അറിയാത്തൊരവസ്ഥ. വേഗം തന്നെ സച്ചി അവിടെ കിടന്ന് മതിയായ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു ഇവന്മാരുടെ തലേ. ഒരുത്തനെ കിട്ടിയുള്ളൂ, അവനെ എടുത്തിട്ട് ഇടിച്ചു. ഒരുത്തൻ രണ്ടു നെടി കൊണ്ടിട്ട് ജീവനും കൊണ്ട് ഓടി. അപ്പോൾ സച്ചി അവിടെ കിടന്നൊരു മതിയായ കല്ലെടുത്തിട്ട് ഇവൻ്റെ തലയിലേക്ക് ഇങ്ങനെ എറിഞ്ഞു ഉടയ്ക്കാൻ പാകത്തിന് നിൽക്കുമ്പോൾ, അയ്യോ എന്നൊന്നും ചെയ്യരുതേ, എനിക്കൊന്നും അറിയില്ല, ഞാനിതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഗജാനന്ദൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അങ്ങനെ ആ പറഞ്ഞപ്പോഴത്തേക്കും ഈ കല്ല് ഒരൊറ്റ ഇടല. അവനോർത്ത് അവൻ്റെ ദേഹത്താണ് വീണതെന്ന്. പക്ഷെ തൊട്ടപ്പുറയാണ് വീണത്. എന്നിട്ട് ഇവനെ കുത്തിപ്പിടിച്ച് വാടാന്നും പറഞ്ഞ് എടുത്ത് നേരെ ഗജാനന്ദൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഗജാനന്ദൻ്റെ അടുത്ത് ചെല്ലുന്നു. ഗജാനന്ദനെ കൊണ്ട് തന്നെ കാര്യങ്ങൾ പറയിക്കാനാണ് നമ്മുടെ സച്ചി തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് കൂട്ടുകാരൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, വേണ്ട, കൂടെ വരണ്ട, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനെ കുത്തിപ്പിടിച്ച് വലിച്ചഴച്ച് ഇവനെ കൊണ്ടുപോയി സദാൻ അവൻ്റെ ആ ഒരു സങ്കേതം ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ടു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവനിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും ഗുണ്ടയെ കൊണ്ടുവന്ന് സച്ചി ഇങ്ങനെ ഇട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ ഞെട്ടി. ശരിക്കും ഞെട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടി. ഗജാനന്ദൻ്റെ ആ ഒരു മുഖത്ത് തന്നെ കാണാം ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഇങ്ങനെ നോക്കുന്നു. നീയാണല്ലേടാ എനിക്കിട്ടുള്ള പാറ പണിതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗജാനന്ദന് മനസ്സിലായി സച്ചി അറിഞ്ഞു ഇവനെല്ലാം പറഞ്ഞെന്നും. അതേടാ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. നീ എന്നോട് ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ ഇതുപോലെ അല്ലാതെ ഞാൻ നിനക്ക് എങ്ങനെയാടാ പിന്നെ ശിക്ഷ തരണ്ടേന്ന് ചോദിച്ചു. നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല, നിന്നെ ഞാൻ ഇതിലിട്ട് വലിക്കും, നീ ഇതിൽ കിടന്ന് എഴയും, ഇതൊക്കെ പറഞ്ഞ് ഈ ഗജാനന്ദൻ ഇങ്ങനെ പറയുകട്ടെ നമ്മുടെ സച്ചിയോട്. അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ എന്ന് നമ്മുടെ സച്ചി ചോദിച്ചിട്ട് ഇവനെ കൂനിച്ച് പിടിച്ചിട്ട് ഇവൻ്റെ മുതുക് നോക്കി കൂമ്പിനിട്ട് നോക്കി തന്നെ മുട്ടുകൈ വെച്ച് ഇടി കൊടുക്കുക. ഇടിച്ചിടിച്ച് പിന്നെ ഗജാനന്ദൻ്റെ ശ്വാസം പോലെ പോകാത്തൊരവസ്ഥ. ഇനിയും രണ്ടിടിയും കൂടെ സച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ചത്തുപോകും, അത് 100% ഉറപ്പാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ജീവൻ വേണമല്ലോ. ഇവനാണെങ്കിൽ സച്ചി ഉന്തി ഇട്ടിട്ട് ഓടുന്നു. നമ്മുടെ സച്ചി വിട്ടു കൊടുക്കും. അവിടെ കിടന്നൊരു ഭയങ്കരമായിട്ടൊരു കമ്പി കഷ്ണം എടുത്ത് പിന്നാലെ ഓടുന്നു. ഗുണ്ടകളെല്ലാം അവന്മാരുടെ രക്ഷ നോക്കി അങ്ങ് മാറി നിന്നു. കാരണം സച്ചിയുടെ കയ്യിൽ നിന്ന് ഒരടിക്കുള്ളതില്ല ഇവന്മാരൊന്നും. അതുകൊണ്ട് തന്നെ കുറച്ചങ്ങ് മാറി നിന്നു. സച്ചി ഇവനെ ഓട്ടിച്ചിട്ട് അടിക്കുക. ഇവൻ്റെ ആ ഒരു ഇതിൻ്റെ ഗേറ്റിനകത്ത് വന്നപ്പോഴത്തേക്ക് ഇവൻ അതിനകത്ത് കുടുങ്ങിപ്പോയി. ഗേറ്റ് തുറക്കാൻ പറ്റാതെ പോയി ഈ ഗജാനന്ദന്. പിന്നെ നമ്മുടെ സച്ചി പിന്നാലെ ചെല്ലുന്നു. സച്ചി ചെന്നവനെ ഊടുപാടെ ഇടിച്ച് കൊല്ലാക്കൊല കൊന്നു. നീ ഇനി എൻ്റെ ജീവിതത്തിൽ വിലങ്ങ് തടിയായി നിന്നാൽ നിനക്കുള്ള നിൻ്റെ ഈ ബാക്കി ജീവനും കൂടി ഈ സച്ചി അങ്ങോട്ട് എടുക്കും. സച്ചി ആരാണെന്ന് നിനക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചിയുടെ പവർ, സച്ചിയുടെ കരുത്ത്, സച്ചിയുടെ ധൈര്യം ഇതൊക്കെ കണ്ട് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗജാനന്ദൻ ഇങ്ങനെ ഇരിക്കുക. കാരണം ഗജാനന്ദൻ ഇനി ഒന്നിനും കൊള്ളത്തില്ല, അതുപോലെ ആക്കി കളഞ്ഞു നമ്മുടെ സച്ചി. ആ ഉള്ളിലെ പക മുഴുവനും സച്ചി ആ ഒരു നിമിഷം തീർത്തു. അതിനുശേഷം ഇവൻ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം. കാരണം സച്ചിക്ക് ആ ഒരു ഇതിൽ നഷ്ടപ്പെട്ടു പോയത് സച്ചിയുടെ വണ്ടി, 1,00,000 രൂപ, അങ്ങനെയൊക്കെ സച്ചിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചി അതല്ല ഇവനിൽ നിന്ന് വഹിക്കാൻ തന്നെ തീരുമാനിച്ചു. അവനോട് തനിക്ക് നഷ്ടപ്പെട്ടു പോയ കാശ് തരണമെന്ന് പറയാം. പക്ഷേ ഗജാനന്ദൻ അത് സമ്മതിച്ചില്ല. ആ കാശ് നീ തന്നില്ലെങ്കിൽ നീ ജീവനോടെ ഉണ്ടാകില്ല എന്ന് സച്ചി പറയുമ്പോൾ ഞാൻ തരാവേന്ന് പറഞ്ഞുകൊണ്ടായി പിന്നെ ഗജാനന്ദൻ ചുമ്മാ ഇടി അതിനും കുറേ മേടിച്ചു കൂട്ടി. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ആ ഒരു ഒറ്റ ധൈര്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കരുത്തുകൊണ്ട് സച്ചിക്ക് നഷ്ടപ്പെട്ടത് സച്ചി തിരിച്ചു പിടിക്കുകയാണ്. ഏതായാലും ഗജാനന്ദൻ ഇനി കുറേ കാലത്തേക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട് നമ്മുടെ സച്ചി. ഈ സമയത്താണ് അമ്പലത്തിൽ പോയിട്ട്
ചന്ദ്രമതി അതുപോലെ ശ്രുതി ഇവർ ഇത്രയും പേര് വീട്ടിലേക്ക് വന്ന് കയറി മക്കളെ രണ്ടുപേരെയും കൂടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. മക്കൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞു. മോളേന്നും പറഞ്ഞ് തികച്ച് വിളിക്കുകയല്ല ശ്രുതിയാണെങ്കിൽ തള്ളേനെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴും ടെൻഷനുണ്ട്, ഉള്ളു കിടന്നിങ്ങനെ പെടച്ചോണ്ടിരിക്കുക ചന്ദ്രമതിയുടെ. കാരണം ഇനി ഫിനാൻഷ്യർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, സച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും രേവതിയുടെ മുന്നിൽ അത് കാണിക്കാനോ അല്ലെങ്കിൽ താഴ്ന്നു കൊടുക്കാനോ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ രേവതിയുടെ മുന്നിൽ ഇച്ചിരി കനത്തിന് അങ്ങോട്ടേക്ക് ചെല്ലും. അപ്പോൾ രേവതി പോയിട്ട് വന്നിട്ട് അതുപോലെ തന്നെ അടുക്കളയിൽ കയറി തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് അതായത് ശ്രുതിക്ക് സെപ്പറേറ്റ് ഫ്രൈഡ് റൈസ് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോയത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോലും ഒരു റൈസ് നമ്മുടെ രേവതി ഉണ്ടാക്കിയില്ല. രേവതി മാന്യമായിട്ട് എന്നും സച്ചിയും അച്ഛനും ഒക്കെ കഴിക്കുന്ന ആ കറികളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു. അപ്പോഴേക്കും വലിയ ആൾ കളിച്ച് അടുക്കളയിലേക്ക് കയറി വന്നിട്ട് എല്ലാം ഇങ്ങനെ പൊക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്തൊന്നുമില്ല, കറികൾ മാത്രമേ ഇരിപ്പുള്ളൂ, ചോറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴേക്കും വലിയ ആൾ കളിച്ചുകൊണ്ട് ചന്ദ്രമതി നമ്മുടെ രേവതി എടി രേവതി എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചപ്പം ഇതെന്താ ഇവിടെ കറികൾ മാത്രമേ ഉള്ളൂ, ആർക്കും ചോറൊന്നും ഉണ്ണണ്ടേ, കറികൾ മാത്രം എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ഈ അടുക്കളയിൽ കയറിയ സമയത്ത് അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഒരു വാക്കിന് പോലും നമ്മുടെ രേവതി വിട്ടുകൊടുക്കുന്നില്ല. തലയിൽ നിരങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ രേവതി നല്ലത് പറയും. രേവതിക്ക് അതിനുള്ള ധൈര്യമൊക്കെ ആയി. ശ്രുതിയുടെ വക്കാലത്തും പിടിച്ച് അല്ലെങ്കിൽ ശ്രുതിയെ കണ്ടുള്ള ആ ധൈര്യം കൊണ്ട് രേവതിയുടെ അടുത്ത് കളിക്കാൻ വന്നാൽ രേവതി സമ്മതിക്കോ? ഇല്ല, ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി രേവതിയെ തല്ലും. അതുകൊണ്ട് രേവതിക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ രേവതി ഇപ്പോൾ കുറച്ചുകൂടെ ധൈര്യമായി ബോൾഡായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ കറി മാത്രമേ കഴിക്കുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അമ്മ പറഞ്ഞിരിക്കുന്നത് ഞാൻ എടുത്തു തരാതെ അല്ലെങ്കിൽ അതായത് അമ്മ എടുത്തു തരാതെ എന്നോട് അരിപത്രത്തിൽ തൊടരുതെന്നല്ലേ. അമ്മ അരി എടുത്ത് തന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് ഇട്ടില്ല. പിന്നെ ഇവിടെ കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ എടുത്ത് കറി ഉണ്ടാക്കി. അമ്മ അരി എടുത്ത് തന്നാൽ ഞാൻ ചോറ് വെച്ച് വയ്ക്കും, അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം ഈ പുള്ളിക്കാരി ഒന്ന് ചമ്മി ഒന്നും അല്ലാതെയായി. അപ്പം മോളിപ്പോൾ കയ്യും കഴുകിയൊന്നും ഇരിക്കുമല്ലോ തിന്നാനായിട്ട്, പക്ഷെ അതിനൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി നീ അത്രയ്ക്കൊക്കെ അഹമ്മതി കാണിക്കാറായോ എന്ന് ചോദിച്ചപ്പം അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് കുറ്റാണല്ലോ, അമ്മ പറയാതെ അരി എടുക്കരുതെന്ന് പറഞ്ഞു. ഇനി അമ്മ പറയാതെ ഞാൻ അരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അമ്മ എന്നെ അഹമ്മതിയാക്കി കാണിക്കില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അമ്മ അരി എടുത്ത് തന്നാൽ ചോറ് വെക്കുമെന്ന് പറഞ്ഞില്ലേ, അതിനപ്പുറം എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ചന്ദ്രമതി നീ ഇനി മുതൽ അരി എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. ഏത് നേരം വന്ന് കുമ്പിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അരി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ എടുത്ത് തരാതെ ഞാൻ അരി എടുത്ത് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രേവതിയെ ശരിക്കും വേലക്കാരിയാക്കി മൂത്ത മരുമകളുടെ കാൽച്ചുവട്ടിലിടാമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ രേവതി പണി തുടങ്ങി കഴിഞ്ഞില്ലേ വീട്ടിൽ. ചന്ദ്രമതിക്കും ശ്രുതിക്കുമെതിരെ നമ്മുടെ രേവതി ഝാൻസി റാണിയാകാൻ തന്നെ തീരുമാനിച്ചു. തലക്കനത്തോടു കൂടി ബോൾഡായിട്ട് തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ചൊറിയാൻ വന്ന തിരിച്ച് ചൊറിയുമെന്ന് മനസ്സിലാക്കി കൊടുക്കണം, അതിനാണ് രേവതി. അങ്ങനെയാണ് രേവതി ഇപ്പം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഭയങ്കര റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മോനും മോളും കൂടെ മുറിയിലിരുന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അമ്മ ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടല്ലേ നമ്മളെങ്കിൽ വിട്ടത്, നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ഭക്ഷണമൊക്കെ ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായി ശ്രുതി ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് അന്നേരം ശ്രുതി അങ്ങനെ രണ്ടുപേരും കൂടി എന്നിട്ട് ശ്രുതിയെ നിർബന്ധിച്ച് രണ്ടുപേരും കൂടെ താഴെ ഭക്ഷണം കഴിക്കാൻ കയ്യും കഴുകി കാലും കയറ്റിപ്പോയി ഡൈനിങ് ടേബിളിൽ ഇരുന്നതാണ്. പച്ച വെള്ളം പോലും നമ്മുടെ രേവതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, രേവതി കൊടുത്തതുമില്ല. അപ്പം അമ്മേ ഞങ്ങൾ റെഡിയായി ഭക്ഷണം എടുത്തോളാൻ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ എന്താ പറഞ്ഞാൽ വിളറി വെളുത്തിരിക്കുക. അപ്പം അമ്മ അരി എടുത്ത് തരാതെ എനിക്ക് ചോറ് വയ്ക്കാൻ പറ്റത്തില്ല, ഇനി അമ്മയ്ക്ക് വല്ലതും അമ്മയുടെ മരുമകൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു ചോറാകുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ. അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അറിയാലോ, ഇല്ലെങ്കിൽ രേവതി അല്ലെങ്കിൽ ശ്രുതിക്ക് അറിയാമല്ലോ, ശ്രുതിയോട് വന്ന് ഉണ്ടാക്കാൻ പറ, ഇതെല്ലാം കൂടി ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല അമ്മയെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങനെ ശ്രുതിയോടും ചന്ദ്രമതിയോടും പോരെടുക്കാൻ നമ്മുടെ രേവതി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ അമ്മയും മരുമകളും ഒന്നും നിൽക്കാൻ പോണില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ രേവതിയുടെ മുന്നിൽ തോറ്റു തുന്നം പാടി. അവസാനം ശ്രുതി ആണെങ്കിൽ ഈ ഒരു ശബ്ദമൊക്കെ കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് എന്താ ആൻറ്റി എന്ന് ചോദിച്ചാൽ അത് പിന്നെ അവൾ ചോറ് വെച്ചിട്ടില്ല മോളെ, കുറച്ചുകൂടി താമസം വരും എന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും സാരമില്ല ആൻറ്റി, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ കയറാം. അപ്പോൾ ഒന്ന് അടുക്കളയിൽ കയറിയതിൻ്റെ ക്ഷീണം അമ്പലത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവർ അറിഞ്ഞതാണ്. അയ്യോ അത് വേണ്ട മോളെ, രേവതി ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പം അതെന്താ ആൻറ്റി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായിക്കൊള്ളാത്ത ഏതൊക്കെയോ പേരൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് ചെന്ന് കയറി കൊടുക്കുക. നമ്മുടെ രേവതി സൈഡ് മാറി അങ്ങ് നിന്ന് ഉണ്ടാക്കിക്കോട്ടെ, നല്ല ഷെഫുകളല്ലേ ഉണ്ടാക്കിക്കോട്ടെ ആ ഒരു ഇതിൽ. അങ്ങനെ രേവതി ഇങ്ങനെ ഒതുങ്ങി മാറി തൻ്റെ അരിയും
പാത്രമായിട്ട് അവിടെ നിൽക്കുന്നു. പുള്ളിക്കാരി ചാടിപ്പറഞ്ഞ് ഏതാണ്ടൊക്കെ എടുത്തൊക്കെ ഉണ്ടാക്കി അങ്ങനെ ദേ വെച്ച് വിളമ്പി ഇവർക്ക് മുന്നിലേക്ക് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര എന്തൊക്കെ അറിയാമെന്നുള്ളൊരു ഭാവമൊക്കെ കാണിച്ച് ശ്രുതി അടുക്കളയിലേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ശ്രുതി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് കഴിച്ചു കഴിയുമ്പോൾ ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും അവസ്ഥ എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു. താങ്ക്